എവിടെ ഈ പരപ്പിലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന വാഹിദുസ്താന്റെ വീട്? എടാ അത് നമ്മളെ പാറമ്പലെ മാണുവിന്റെ അഞ്ചനാവൂലേ? അതിനിപ്പോ മൂപ്പര് ഇപ്പൊ പള്ളിയിൽ പോകലുണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, കുറച്ചും കൂടെ മുന്നോട്ട് പോയാലേ അവിടെ ഒരു കട കിട്ടും, അവിടെ ചോദിച്ചാൽ മതി. ആ എന്നാ ശരി, ആയിക്കോട്ടെ ട്ടാ. സന്തോഷം. അസ്സലാമു വലൈക്കും സ്ലാം. ആ മായിക്കാക്കല്ലേ? ആ അതന്നെ, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. ഇവിടെ കുറെ അന്വേഷിച്ചിട്ടാ ഒരു സ്ഥലം മനസ്സിലായത്. എന്തൊക്കെയാ സുഖല്ലേ? ആ സുഖാണ്. എന്ത് പ്രത്യേകിച്ച് എന്തിയെ? അതെ, എന്റെ ഉമ്മ ഇപ്പൊ ഒരു മാസം മുമ്പ് മരിച്ചു. എന്റെ ഉമ്മാക്ക് എന്ത് പ്രത്യേകിച്ച് ഉണ്ടായി? അതിപ്പോ വയസ്സൊക്കെ കുറച്ചായില്ലേ, പിന്നെ പ്രഷറും പ്രമേഹവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഉമ്മാക്ക് നിങ്ങൾ വെച്ചാൽ വലിയ കാര്യമായിരുന്നു. അത് ഞങ്ങൾ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു കൊടുത്താലേ അതിനൊരു ഓരി മൂല്യരുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞ് ഉമ്മ മാറ്റി വെക്കായിരുന്നു. അപ്പൊ അത് നിങ്ങളെ നേരിട്ട് തന്ന് ഏൽപ്പിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളെ കാണാൻ വന്നാണ്. അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. എൻ്റെ പോരല് അവിടുന്ന് അങ്ങനെ ഇരുന്നല്ലോ. ഏതായാലും അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എനിക്കും വലിയ കാര്യമായിരുന്നു. എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ആയിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്കും വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. എന്നെ എപ്പോഴും വിളിക്കും ചെയ്യും. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എടുത്തു തരുമൊക്കെ ചെയ്യും. ഇതവിടെ വെച്ച് എന്നാ മഹിക്ക നമ്മളെന്നാ വീട്ടിൽ പോവല്ലേ? വരി എന്നാലേ. അല്ല, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. എനിക്ക് പോകണം. ഞാൻ പിന്നെ ഒരിക്കൽ വരാം. എന്തായാലും വരും. നിങ്ങളിപ്പോ എന്താ അവിടുന്ന് മാറാൻ കാരണോ? കഴിഞ്ഞ നോമ്പിന്റെ മുമ്പത്തെ കൊല്ലാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. ലീവ് വലിയൊരു വിഷയമായിരുന്നു അവിടെ. അന്നിപ്പോൾ നോമ്പിന് 30 ദിവസം ഞാൻ നാട്ടിലേ പോന്നിട്ടില്ല. അത് കുറേ വയസ്സായ ആൾക്കാരുണ്ടല്ലോ, ഇനിയിപ്പോൾ അവരൊക്കെ സുബൈനൊരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പെരുന്നാളായി. പിന്നെ ജുമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ കണ്ട് പ്രസിഡന്റ് വിളിക്കണം ഒരു 10 മണിയായപ്പോൾ അർജൻറ്റായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ അർജൻറ്റായിട്ട് അവിടെ വന്ന് ഇരുന്നൊരു പായസമൊക്കെ കുടിച്ച് പിന്നെ ചോറ് കഴിച്ചിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഇരുത്ത് അവിടെ ഇരുന്ന് ബാങ്ക് കൊടുത്തിട്ടും അവരെ വീട്ടിലെ മരുക്കളോ കുട്ടികളാരൊക്കെ വരാണ്ടെന്ന് പറഞ്ഞ് അവരൊന്നും വന്നില്ല. അന്ന് പിന്നെ 3 മണി ആയിക്കണം ചോറ് കഴിച്ചപ്പോൾ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റൂല, ഇവിടെ പള്ളിയിൽ പിന്നെ അസറിന് ആരെ ബാങ്ക് കൊടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൂപ്പര് പക്ഷെ ദേഷ്യപ്പെട്ട്. അതെനിക്കൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. അന്ന് അവിടെ നിന്ന് പോന്നതാണ്. ആഹാ, അങ്ങനെയൊക്കെയാണല്ലേ. ഇതിപ്പോ നിങ്ങൾ എവിടെ ജോലി ചെയ്യണത്? അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പള്ളിയിലും മദ്രസിലൊന്നും കയറിയിട്ടില്ല. ഞാൻ 1-2 ഇടത്തൊക്കെ ഞാൻ പോയി നോക്കി. അപ്പം അവിടെയൊക്കെ ഈ കമ്മിറ്റിയിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്കാരോട് മിണ്ടിയാൽ അത് മറ്റൊരാൾക്ക് പറ്റൂല. ആ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പറയണില്ല. നിങ്ങളവിടുന്ന് തന്നെ ഇപ്പോൾ എന്നെ പറഞ്ഞേക്കണതിന് മുന്നേ ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലേ. ഇപ്പം അൽഹംദുലില്ലാ ഖൈറ്, വളരെ റാഹത്താണ്. ആഹാ, എന്നിട്ട് ഇപ്പം എന്താ പണി? അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞാൻ 1-2 ആഴ്ചയൊക്കെ ഒരു കിണറുകൾക്കാരെ കൂടെയൊക്കെ വന്ന് പണിക്ക് പോയി. അങ്ങനെ പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ എടുത്ത് ഇപ്പോൾ ഞാൻ ഒരു ഫാം നടത്തുന്നുണ്ട്. കുറച്ച് ആടും കോഴിക്കളും അങ്ങനെയൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ ഇപ്പോൾ റാഹത്താണ്. പിന്നെ ഏതായാലും നിങ്ങൾ ഒഴിവാണോ ഒരു ദിവസം ഒന്ന് അങ്ങോട്ട് വരണം. നമുക്ക് ഒന്നിച്ച് ഇമ്മാന്റെ കബറിങ്ങലൊക്കെ ഒന്ന് ദ്വാരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ഞാൻ എന്നാലേ. ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, എന്നാ ശരി. അല്ലാഹ് ഖൈറാക്കട്ടെ. ആത്മാർത്ഥമായി അധ്വാനിക്കാനും ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാനും ആഗ്രഹമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആർക്കും ആര് മുമ്പിലും ഒരു ദാസ്യവേലയും ചെയ്യേണ്ടതില്ല. നമുക്ക് ഇരുലോകത്തും രക്ഷപ്പെടാൻ ചില പാവം മനുഷ്യരുടെ പ്രാർത്ഥനകൾ മാത്രം മതി.